കണ്ണൻ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു ക്രോസ് വിസ്താരം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഒന്നും ഉണ്ടായില്ല. നേരെ മുറിയിലേക്കാണ് അവൻ പോയത്. പറയാനറിയാത്തൊരു വിങ്ങലാണ് മനസ്സിൽ നിറയെ. നിസ്സഹായ അവസ്ഥയോടെ മുന്നിൽ നിന്നൊരുത്തി കണ്ണുനീർ ഒളിപ്പിച്ച് പിടിച്ച് ആ കണ്ണുകൾ, അത് ഉള്ളിലെ പൊള്ളലാണ്. വാതിലടച്ച് കുറ്റിയിട്ടവൻ കിടക്കയിലേക്ക് കമിഴ്ന്നു കിടന്നു. എനിക്ക് ഹരിയെയാണിഷ്ടം. കൺമുന്നിൽ വന്ന് നിന്നിട്ട് വീണ്ടും സീത കുറുമ്പോടെ പറയുന്നത് പോലെ തോന്നി അവന്. ചുണ്ടിലെ കുസൃതിയോടെ അവൻ തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി. ഹരിയെ അവൾക്കിഷ്ടമാണ്. അവൻ അവളെ അത്ര തന്നെ ഇഷ്ടമായിരിക്കാം. പക്ഷേ ആ ഇഷ്ടത്തിന് പ്രണയത്തിൻ്റെ നിറം കൊടുക്കാൻ എന്തുകൊണ്ടോ അവനായില്ല. അതിനുമപ്പുറം അവരുടെ ആ ഇഷ്ടം അത് സൗഹൃദം മാത്രമാണെന്ന് വിശ്വസിക്കാനായിരുന്നു കണ്ണനും ഇഷ്ടം. സീതാലക്ഷ്മി കിരൺ വർമ്മയുടേതാണ്. അവൻ ഒന്നുകൂടി മനസ്സിൽ കണക്കുകൂട്ടി. ഇനി അങ്ങനെയല്ലെങ്കിലോ? പരസ്പരം പറയാതൊരിഷ്ടം ഹരിയും സീതയും മനസ്സിൽ സൂക്ഷിച്ചു നടക്കുന്നുണ്ടോ? സൗഹൃദത്തിനെ മറിയാക്കി രണ്ടുപേരും ഒരിഷ്ടം വളർത്തി വലുതാക്കുന്നുണ്ടോ? കണ്ണൻ ചാടി എഴുന്നേറ്റു. അവനുള്ളിലെ പിടച്ചിൽ പൂർവാധികം ശക്തിയായി. ഇനി എങ്ങനെയാണ് താൻ അവളെ മറക്കുന്നത്? അതിനുത്തരം അവനും അറിയില്ലായിരുന്നു. നേരം പുലരുവോളം ആലോചിച്ചു നോക്കിയിട്ടും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് മുന്നിൽ സീത പകച്ചിരിപ്പാണ്. പാർവതി 2 പ്രാവശ്യം വന്നു നോക്കിയപ്പോഴും സീത പുറത്തേക്ക് തുറച്ചു നോക്കിയിരിപ്പുണ്ട്. തലേന്ന് രാത്രിയിൽ അവൾ ഒട്ടും ഉറങ്ങിയിട്ടില്ല. അവൾ മാത്രമല്ല, പാർവതിയും ഭക്ഷണം പോലും കഴിക്കാതെ കുളിയും കഴിഞ്ഞ് കയറിക്കിടന്നിരുന്നു. അത്രമേൽ തളർന്നിരിക്കുന്നവളോട് ഒരു ആശ്വാസവാക്ക് പോലും പറയാതെ പാർവതിയും ഉറങ്ങാതെ അവൾക്ക് കൂട്ടിരുന്നു. മറ്റൊന്നും ചെയ്യാനാവാത്ത പോലെ. കരണ്ടില്ലാത്തത് കൊണ്ട് ലല്ലുമോളും കൊതുകിൻ്റെ കടിയേറ്റ് ഇടയ്ക്കിടെ ഞെട്ടി ഉണർന്നിരുന്നു. അമ്മമ്മയുടെയും സുധാകരൻ്റെയും മുറിയിൽ പാർവതി ഓരോ മെഴുകുതിരി കത്തിച്ചു വെച്ച് കൊടുത്തിരുന്നു. സീതേ! പാർവതി വന്ന് വിളിച്ചപ്പോൾ സീത അവളെ നോക്കാതെ തന്നെ ഒന്ന് മൂളി. എന്തൊരിപ്പാടി, നിനക്ക് പോണ്ടേ? രാത്രി പോലും ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. പാർവതി അവളുടെ തലയിൽ തലോടി. സീത അതിനുത്തരം പറഞ്ഞില്ല. ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താടീ കാര്യം? നീ എഴുന്നേറ്റ് വന്നേ, ഇത്തിരി ചായ കുടിക്കേ. പാർവതി വീണ്ടും അവളെ തഴുകി. സീത കൈകൾ കൊണ്ട് മുഖം പൊതിഞ്ഞു പിടിച്ചിരുന്നു. സമയം 9 കഴിഞ്ഞു. പാർവതി വീണ്ടും ഓർമ്മിപ്പിച്ചു. ഞാനിനി എന്താടീ ചേച്ചി ചെയ്യേണ്ടത്? എനിക്ക് പറ്റുന്നില്ല. ഞാൻ തോറ്റുപോകുന്നു. തീർത്തും തളർന്നു പോയതുപോലെ സീത പാർവതിയുടെ തോളിലേക്ക് ചാഞ്ഞു. പാർവതി അവളോട് പറയാനൊരു ഉത്തരത്തിനായി പരതി. കിട്ടാനുള്ള ശമ്പളം മുൻകൂട്ടി വാങ്ങിയിട്ടാണ് ഞാൻ ഓരോന്നും ചെയ്തു തീർക്കുന്നത്. അതിനിടയിൽ ഇവനിങ്ങനെ തുടങ്ങിയ ഞാൻ പിന്നെ എന്ത് ചെയ്യും? അങ്ങേയറ്റം നിസ്സഹായത നിറഞ്ഞ സീതയുടെ വാക്കുകൾ. പാർവതിയുടെ കണ്ണ് നിറഞ്ഞുപോയി. സീതയെ അവൾ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. വയ്യെങ്കിൽ നീ ഇന്ന് പോവേണ്ട മോളെ. തോളിൽ ചേർത്ത് വെച്ച സീതയുടെ നെറുകയിൽ ഉമ്മ വെച്ച് പാർവതി പറഞ്ഞു. ദിവസവും പോയിട്ട് തന്നെ എങ്ങും എത്തുന്നില്ല. അപ്പോഴാ ഇനിയിപ്പോൾ ലീവും കൂടി. സീത നേരെ ഇരുന്നു കൊണ്ട് പറഞ്ഞു. എൻ്റെ വയ്യായിക മനസ്സിനല്ലേടി ചേച്ചി. ആരാണ് അതറിയുന്നത്? അങ്ങനെയൊന്നും മാറാനും പോകുന്നില്ല. എന്ന് തുടങ്ങിയ വീർപ്പുമുട്ടലാണ്. കൂടുന്നു എന്നല്ലാതെ അല്പം പോലും കുറഞ്ഞിട്ടില്ലല്ലോ. സീതയുടെ ചുണ്ടിലെ വരണ്ട ചിരിയിലേക്ക് പാർവതി വേദനയോടെ നോക്കി. ഞാൻ കുളിച്ചിട്ട് വരട്ടെ. മരവിച്ച മനസ്സിൻ്റെ തളർച്ച ശരീരം ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു. നടക്കുമ്പോൾ കുഴഞ്ഞു പോകുന്ന കാലുകളോടെ സീത എഴുന്നേറ്റ് പോയി. ഒന്നൂടെ കഴിച്ചോ? ഇന്നലെ മുതൽ പട്ടിണിയല്ലേ? സീത കഴിച്ചുകൊണ്ടിരുന്ന പാത്രം പിടിച്ചു വാങ്ങി പാർവതി അതിലേക്കൊരു അപ്പം കൂടിയിട്ട് കൊടുത്തു. സീതയുടെ മനസ്സ് അവിടെയെങ്ങുമല്ലായിരുന്നു അപ്പോഴും. ചെയ്തു തീർക്കാനുള്ള ബാധ്യതകളുടെ നീളം അവളുടെ സ്വസ്ഥത കെടുത്തി. ഇവിടെ ആരുമില്ലേ? അത്യാവശ്യം ഉച്ചത്തിൽ ഉമ്മറത്ത് നിന്നാരോ വിളിച്ചു ചോദിക്കുന്നത് കേട്ടിട്ട് പാർവതിയും സീതയും പരസ്പരം നോക്കി. നീ ഇരുന്ന് കഴിച്ചോ, ഞാൻ നോക്കാം. കയ്യിലുള്ള ചട്ടുകം അവിടെ വെച്ചിട്ട് പാർവതി ഉമ്മറത്തേക്ക് നടന്നു. സീത കഴിക്കുന്നതിൻ്റെ സ്പീഡ് അല്പം കൂട്ടി. സുനിൽ മാമയാണ്. ധൃതിയിൽ പാർവതി വന്ന് പറയുമ്പോൾ സീതയുടെ മുഖത്ത് അസംതൃപ്തിയുടെ അടയാളമുണ്ടായിരുന്നു. അയാളിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? സീത പാർവതിയെ നോക്കി. എനിക്കറിയില്ല. കോലായിലേക്ക് പാളി നോക്കി പാർവതി വേവലാതിയോടെ പറഞ്ഞു. വല്ല കുനിഷ്ടം ഒപ്പിക്കാനാവും. വിശേഷം ചോദിക്കാൻ ഏതായാലും ഈ വഴി അയാൾ വരില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കയ്യിലുള്ള പാത്രം മേശയിൽ വെച്ചുകൊണ്ട് സീത എഴുന്നേറ്റ് കൈ കഴുകി. നീയൊന്നും മിണ്ടാതിരിക്കുക സീതേ. പാർവതിയെ നോക്കി സീത പുച്ഛിച്ചു. നീ ഓച്ചാനിച്ച് നിന്നാ മതി, എന്നെ അതിന് പ്രതീക്ഷിക്കണ്ട. അവളുടെ സ്വരം കൂടുതൽ കടുത്തു.
പാർവതിക്ക് അവള് പറയുന്നത് കോലായിലിരിക്കുന്ന സുനിൽ കേൾക്കുമോ എന്നുള്ള പേടിയിലാണ്. നീ അങ്ങോട്ട് ചെല്ല്, ഞാൻ ചായ എടുത്തിട്ട് വരാം. പാർവതി സീതയെ നോക്കി. ചായ മാത്രമാക്കണ്ട, അല്പം കനമുള്ള എന്തെങ്കിലും എടുത്തോ. സൽക്കരിക്കാൻ പറ്റിയ മുതലാണ് വന്നിരിക്കുന്നത്, പ്രത്യേകിച്ചും നീ. സീത അല്പം ഉറക്കെ തന്നെ പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ നിന്നും പോയി. തമ്പുരാട്ടി പോകും മുന്നേ ഒന്ന് കാണാൻ വന്നതാ. വാതിൽപ്പടിയിൽ ചാരി നിൽക്കുന്ന സീതയെ കണ്ടയുടനെ സുനിലിൻ്റെ പരിഹാസം. ശ്രീനിലയത്തിൽ സ്ഥിരതാമസത്തിനൊന്നുമല്ലല്ലോ ഞാൻ പോവാറുള്ളത്, വൈകുന്നേരം തിരിച്ചു വരാറുമുണ്ട്. കടുപ്പത്തിൽ തന്നെ സീതയുടെ മറുപടിയും. അവളുടെ അഹങ്കാരത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല ഇപ്പോഴും. സുനിൽ ചാടി എഴുന്നേറ്റുകൊണ്ട് സീതയെ തുറിച്ചു നോക്കി. അതിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്, കുറവ് വരുന്നുണ്ടെങ്കിൽ മാമയെ അറിയിക്കാം. സീതയ്ക്ക് യാതൊരു കൂസലുമില്ലാത്തത് അയാളുടെ ദേഷ്യം ഒരുപാട് കൂട്ടാൻ കാരണമായിരുന്നു. മാമ ഇപ്പോൾ വന്ന കാര്യം പറ, എനിക്ക് പോവാനുള്ളതാ. സീത വീണ്ടും അയാളെ നോക്കി. ഓ, നീയൊരു ജില്ലാ കളക്ടർ. അയാളുടെ ചുണ്ടുകൾ പുച്ഛത്തോടെ കൂടിപ്പോയി. ജില്ലാ കളക്ടർ അല്ലാത്തവർക്കും ഈ നാട്ടിൽ ജീവിക്കണ്ടേ? സീത ഒരു പൊടിക്കും വിട്ടുകൊടുക്കുന്നില്ല. ചായയും കൊണ്ടുവന്ന പാർവതി അവളെ ദയനീയമായി നോക്കി. സീത അവളെ നോക്കിയെന്ന് കണ്ണടച്ച് കാണിച്ചു. എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുക, എന്ത് കണ്ടിട്ടാ നീയൊക്കെ ഈ തുള്ളുന്നത്? എന്താ നിങ്ങൾ ചേച്ചിയുടെയും അനിയത്തിയുടെയും വിചാരം? പാർവതി നീട്ടിയ ചായയും വാങ്ങി അയാൾ വീണ്ടും കസേരയിലിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്കങ്ങനെ പ്രത്യേകിച്ച് വിചാരങ്ങളൊന്നും തന്നെയില്ല. ഇനി ഭാവിയിൽ ഉണ്ടാകുമോ എന്നും പറയാൻ പറ്റില്ല. ഇല്ലേടി ചേച്ചി, മനുഷ്യനല്ലേ, മാറ്റങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമല്ലേ. നീയെന്താ ആളെ കളിയാക്കുവാണോ? ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കരുതി ചേച്ചിയും അനിയത്തിയും കൂത്താടി ജീവിക്കാമെന്ന് വിചാരിച്ചോ? നടക്കില്ലത്. വീണ്ടും സുനിലിൻ്റെ ശബ്ദമുയർന്നു. ഏയ്, അത് ഞങ്ങൾ മറന്നിട്ടൊന്നുമില്ല. ചോദിക്കാനും പറയാനും ഉള്ളവർ തന്നെയാണ് ഞങ്ങളുടെ ജീവിതം ഈ കോലത്തിലാക്കിയത്. നിങ്ങളെല്ലാം നിങ്ങളെക്കൊണ്ടാവുന്ന വിധം സംഭാവന തന്നതുകൊണ്ട് തന്നെ ജീവിക്കാനുള്ള ഞങ്ങളുടെ മോഹം പോലും ഇപ്പോൾ ഇല്ലാതെയായി. അത്രയും വലിയ സഹായങ്ങളല്ലേ ചെയ്തു തന്നത്? സീതയുടെ ശബ്ദം വല്ലാതെ ഉയർന്നു. പാർവതി പേടിയോടെ സീതയുടെ കയ്യിൽ പിടിച്ചു. ഏറ്റവും ഒടുവിൽ മാമൻ ചെയ്തൊരു സഹായം, അകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. പിന്നെ ദേ ഇവളുടെ കണ്ണുനീരിലുമുണ്ട് ആ നന്ദി, അതുപോരെ? പാർവതിയെ പിടിച്ച് അയാൾക്ക് മുന്നിലേക്ക് നീക്കി നിർത്തിക്കൊണ്ട് സീത സുനിലിനെ തുറച്ചു നോക്കി. ഇവൾ അവിടെ നിന്നും ഓടിപ്പോന്നതിന് ഞാനെന്ത് പിഴച്ചു? നന്നായി അന്വേഷണം നടത്തിയിട്ട് തന്നെയാണ് ഞാൻ ആ കല്യാണത്തിന് ഒരുങ്ങിയത്. ആണുങ്ങളാകുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി ചുറ്റിക്കളിയൊക്കെ ഉണ്ടാകും. അതെല്ലാം സഹിക്കേണ്ടത് പെണ്ണുങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതെല്ലാം നേരിടാൻ പഠിക്കണം ആദ്യം, അല്ലാതെ പെട്ടിയെടുത്ത് പോരുകയല്ല വേണ്ടത്. സുനിൽ സീതയെയും പാർവതിയെയും മാറി മാറി നോക്കി. വേണ്ട, അയാൾക്കും പുതിയ ഭാര്യയ്ക്കും വേണ്ടുന്ന സഹായങ്ങളും ചെയ്തുകൊണ്ട് ഒരു വേലക്കാരിയെപ്പോലെ ഇവൾ അവിടെ നിൽക്കണമായിരുന്നു. അതല്ലേ മാമ ഉദ്ദേശിച്ചത്? സീതയത് ചോദിക്കുമ്പോൾ സുനിൽ മിണ്ടിയില്ല. സ്വന്തമായിട്ട് വളർത്തി വലുതാക്കി ഓമനിച്ചുകൊണ്ട് നടക്കുന്ന മകളൊരുത്തി വീട്ടിലില്ലേ? അവൾക്ക് ഈ ഗതി വന്നാലും ഇത് തന്നെ പറയണേ നിങ്ങൾ? സീതയുടെ പരിഹാസം മനസ്സിലായതുകൊണ്ട് സുനിലിൻ്റെ മുഖം വീർത്ത് കെട്ടി. ഞങ്ങളുടെ അമ്മയുടെ ഓഹരിയിൽ കൈയിട്ട് വാരാൻ വേണ്ടി നിങ്ങൾ നടത്തിയ ഈ കല്യാണ നാടകത്തിന് ഇനിയെങ്കിലും വെള്ള പൂശുന്നത് നിങ്ങളൊന്ന് നിർത്താദ്യം. പാർവതി പിടിച്ചു വെച്ചിട്ടും അവളുടെ കൈകൾ കുടഞ്ഞു മാറ്റി സീത സുനിലിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു. അവളുടെ മുഖത്ത് നോക്കാൻ അയാൾക്കപ്പോൾ നല്ല പേടി തോന്നിയിരുന്നു. നീ എന്തൊക്കെയായി പറയുന്നത്? ഇവൾക്കൊരു ജീവിതമാകട്ടെ എന്ന് കരുതി. അയാളത് പറഞ്ഞു മുഴുവനാക്കും മുന്നേ സീത കൈയുയർത്തി തടഞ്ഞു. കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല. ഇവിടെയുള്ളവരും ചോറ് തന്നെയാ മാമ കഴിക്കുന്നത്. എല്ലാം അറിഞ്ഞിട്ടും പിന്നെയും നിങ്ങളുടെ മുഖത്ത് നോക്കി ആട്ടിയിറക്കാഞ്ഞത് ഞങ്ങളുടെ വിവരക്കേട് തന്നെയാണ്. സീതയുടെ ഇരുണ്ട മുഖത്തേക്ക് നോക്കാൻ സുനിലിന് നല്ല മടിയായിരുന്നു. ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി തീർന്നതിൽ ഞങ്ങളുടെ പങ്ക് എന്താണ്? ഇന്നും അറിയില്ലത്. പക്ഷേ വേദനയ്ക്കൊരു പഞ്ഞവുമില്ല, സീത അമർഷത്തോടെ പറഞ്ഞു. സ്വന്തം മകളെപ്പോലെ കരുതേണ്ടവളല്ലേ ഇവള്? ഗിരീഷിൻ്റെ നല്ല സ്വഭാവത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ 100 നാവല്ലായിരുന്നോ? സീതയുടെ ചോദ്യത്തിന് മുന്നിൽ സുനിൽ അറിയാതെ തന്നെ എഴുന്നേറ്റ് പോയി. അവളാ പറയുന്ന സത്യങ്ങളെ മറച്ചു പിടിക്കാൻ അയാൾ എത്ര ശ്രമിച്ചിട്ടും നടന്നില്ല. വിളറി വെളുത്ത ആ മുഖത്തേക്ക് സീത അവജ്ഞതയോടെ നോക്കി. ചെയ്യൂല, നിങ്ങളത് ചെയ്യൂല. കാരണം നിങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ ജീവനേക്കാൾ വലുതായുള്ളത് പെങ്ങളുടെ ഓഹരിയായി കിട്ടുന്ന കാശാണ്. അതിനു വേണ്ടിയായിരുന്നുവെങ്കിൽ ഒന്ന് പറയാമായിരുന്നു. സന്തോഷത്തോടെ ഞങ്ങളത് വിട്ടുതരുമായിരുന്നു. പകരം ഇവരുടെ കണ്ണുനീരിൻ്റെ പൊള്ളൽ ഒഴിവാക്കി കിട്ടുമായിരുന്നു. പാർവതിയുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി പറയുമ്പോൾ അങ്ങേയറ്റം വേദന സീതയിലും ഉണ്ടായിരുന്നു. നീയൊന്ന് നിർത്തുന്നുണ്ടോ സീതേ? ഇനിയും അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മുടെ വിധി.
പാർവതി സീതയുടെ തോളിൽ പിടിച്ചു. നീ അങ്ങനെ സമാധാനിച്ചിരുന്നു, പക്ഷേ എനിക്ക് തൽക്കാലം അതിന് മനസ്സില്ല. ഉള്ളിലെ ദേഷ്യം മുഴുവനും ഉണ്ടായിരുന്നു സീത പാർവതിയോടത് പറയുമ്പോൾ. ഞാൻ അമ്മയെ ഒന്ന് കണ്ടിട്ട് വരാം. അവർക്കിടയിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നതാണ് ബുദ്ധിയെന്ന് മനസ്സിലായത് കൊണ്ട് സുനിൽ ചായ പാതി കുടിച്ചിട്ട് ഗ്ലാസ് മേശയിലേക്ക് വെച്ചിട്ട് കല്യാണമ്മയുടെ മുറിയിലേക്ക് നടന്നു. അമ്മയെ കാണുന്നതൊക്കെ കൊള്ളാം. കഴിഞ്ഞ പ്രാവശ്യം വന്ന് കണ്ടിട്ട് പോയപ്പോൾ അമ്മ നന്നായി മെലിഞ്ഞു എന്നൊരു പരാതി ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. പിന്നിൽ നിന്നും വീണ്ടും സീതയുടെ പരിഹാസം കേട്ടുകൊണ്ട് സുനിൽ ഒന്ന് തിരിഞ്ഞു നോക്കി. അല്ല, ഇപ്രാവശ്യം ആ പരാതി ഉണ്ടെങ്കിൽ വണ്ടി ഞാൻ വിളിച്ചു തരും. വണ്ടിക്കൂലിയും ഞാൻ കൊടുക്കും. മാമനും കൊണ്ടുപോകാൻ കേട്ടോ, പുന്നാരമ്മയെ. പാർവതിയുടെ തോളിൽ കൈയിട്ട് പിടിച്ചുകൊണ്ട് സീതയത് പറയുമ്പോൾ സുനിൽ വെടിയുണ്ട പോലെ അമ്മയുടെ മുറിയിലേക്ക് കയറിപ്പോയിരുന്നു. ഒന്നും മനസ്സിലുറയ്ക്കുന്നില്ല. എന്ത് വേണമെന്നൊരു രൂപവുമില്ല. ആരോടാണ് ഇനി പോയി കൈനീട്ടേണ്ടത്? അല്ലെങ്കിലും ആരാണ് ഞാൻ ചോദിക്കുന്നത് എടുത്തു തരാൻ? വാടിത്തളർന്നതുപോലെയാണ് സീത എന്ന ശ്രീനിലയത്തിലെത്തിയത്. ഗേറ്റ് കടന്നവൾ മുറ്റത്തേക്ക് കടന്നപ്പോൾ ഒരു ചൂളംവിളി കേട്ടു. നാലുപാടും തിരിഞ്ഞിട്ടും അതിൻ്റെ സ്ഥാനം കണ്ടെത്താനായില്ല. വീണ്ടും അത് തുടർന്നപ്പോൾ അവളുടെ കണ്ണുകൾ സൈഡിലെ തൂണിൽ ചാരി അവളെ നോക്കി ചൂളം വിളിച്ച് നിൽക്കുന്ന കണ്ണനിലെത്തി നിന്നു. അവൻ്റെ ചിരിയിലേക്ക് നോക്കി അവൾ സ്വയം മറന്നു നിന്നു. കയ്യിലെ വാച്ചിലേക്ക് നോക്കിയിട്ട് അവൻ്റെ കണ്ണുകൾ വീണ്ടും അവളുടെ നേരെ നീണ്ടു. എന്തേ നീ ഇത്ര വൈകിയതെന്ന ചോദ്യമായിരുന്നു ആ മുഖം നിറയെ.